ഇന്ന് ജൂലൈ 1. ഇന്നു മുതലാണ് ഇവിടെ IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത 2023 ആക്ട് നിലവിൽ വരുന്നത്. ആദ്യത്തെ കേസ് ന്യൂഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അതും സെക്ഷൻ 285 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം. അതുകൊണ്ട് തന്നെ സെക്ഷൻ 285 ചരിത്രത്തിൽ ഒരു സ്ഥാനം എന്നും ഉണ്ടായിരിക്കും. എന്താണ് സെക്ഷൻ 285? നോക്കാം നമുക്ക്. സെക്ഷൻ 285 റീഡ്സ് ഡേഞ്ചർ ഓർ ഒബ്സ്ട്രക്ഷൻ ഇൻ പബ്ലിക് വേ ഓർ ലൈൻ ഓഫ് നാവിഗേഷൻ. നമ്മൾ പറയുന്നത് കപ്പൽ പോകുന്ന ഒരു പാത, അതുപോലെ ഇവിടെ ഒരു യാത്ര പാത, അതാണ് നാവിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഡേഞ്ചർ ഓർ ഒബ്സ്ട്രക്ഷൻ ഇൻ പബ്ലിക് വേ ഓർ ലൈൻ ഓഫ് നാവിഗേഷൻ. അതെന്താണ് പറയുന്നത്? പൊതുവഴിയിലോ നാവിഗേഷൻ ലൈനിലോ ഉള്ള അപകടം അല്ലെങ്കിൽ തടസ്സം. അതാണ് ഹെഡിങ് സെക്ഷൻ 285. അത് ശ്രദ്ധിച്ച് വായിക്കുക. Whoever by doing any act or by omitting to take order any property in his possession, ശ്രദ്ധിക്കുക, or under his charge causes danger, obstruction or injury to any person in any public way or public line of navigation shall be punished with fine which may extend to 5,000 rupees. ഫൈൻ, പരമാവധി ഫൈനാണ് 5,000 rupees. നമുക്ക് ഒന്ന് മലയാളത്തിൽ ഇതൊന്ന് പറയാൻ ശ്രമിക്കാം. അതായത് ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ കൈവശമുള്ള ഏതെങ്കിലും വസ്തുവിൻ്റെ ഓർഡർ ഒഴിവാക്കിക്കൊണ്ടോ ഏതെങ്കിലും പൊതുവഴിയിലോ ഏതെങ്കിലും വ്യക്തിക്ക് അപകടം അല്ലെങ്കിൽ തടസ്സം അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുക എന്നിവ ഉണ്ടായാൽ 5,000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. ഇത് മാക്സിമമാണ്. ഇവിടെ ഇന്ന് ഇന്ത്യയിൽ ആദ്യമായി ഭാരതീയ ന്യായ സംഹിത 2023 വന്നതിന് ശേഷം ന്യൂഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അത് എന്നും ഓർക്കണം. കാരണം ചിലപ്പോൾ ചില കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഈ ചോദ്യം ഉണ്ടാകാം. ഓക്കെ, താങ്ക് യു.